നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതി വീണ്ടും പറയുകയാണ്, വലാ തൻഹറുഹുമാ, വാപ്പായുമ്മായും വിരട്ടരുതേ, ആട്ടരുതേ, മോശപ്പെട്ട വാക്ക് പറയരുതേ, ഒരു വാക്കുകൊണ്ട് പോലും അവരെ നീ നോവിക്കരുതേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തേ, നിന്റെ ജീവിതത്തിൽ സാമ്പത്തികമായ ഉയർച്ചയുണ്ടാവണമെങ്കിൽ, മാനസികമായ ഉയർച്ചയുണ്ടാകണമെങ്കിൽ, ശാരീരികമാകുന്ന ഉയർച്ചയുണ്ടാകണമെങ്കിൽ, ഏതെല്ലാം നിലക്ക് ആത്മീയമാകുന്ന ഉയർച്ചയുണ്ടാകണമെങ്കിൽ, ഭൗതികമാകുന്ന ഉത്തുംഗതയിലേക്ക് നീ എത്തണമെങ്കിൽ, നാളെ റബ്ബിന്റെ പൊരുത്തം കിട്ടി സ്വർഗത്തിന്റെ വാതാനങ്ങൾ നിന്റെ മുന്നിൽ തുറക്കപ്പെടണമെങ്കിൽ ഒരേ ഒന്നിലേക്ക് മാത്രമാണ് ലക്ഷ്യം വെക്കേണ്ടത്. അത് വാപ്പയാണ്, ഉമ്മയാണ്, മാതാപിതാക്കളാണ്. അവരെ പിടിച്ചോ രക്ഷപ്പെടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 2002 മുതൽ 2007 വരെ നമുക്കെല്ലാവർക്കും നേതൃത്വം നൽകിക്കൊണ്ട് ഇന്ത്യൻ പ്രസിഡന്റായി നിലകൊണ്ട വ്യക്തിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. സഹോദരങ്ങളെ, അദ്ദേഹം ജനിച്ചത് 1931 ഒക്ടോബർ മാസം 15-നാണ്. രാമേശ്വരം എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ ഒരു ചെറിയ ഗ്രാമം, വലിയ പേരും പ്രശസ്തിയൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം കുറിക്കുന്നു, നിങ്ങൾ ഈ കാണുന്നതായ ഉന്നതങ്ങളിലേക്ക് ഈ ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന ഈ മനുഷ്യൻ എത്താനുള്ള കാരണം എന്തെന്നറിയുമോ? അന്വേഷിക്കുന്നവരെ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ കുറിക്കുന്നു, എന്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. അദ്ദേഹം പറയുന്നു, ഒരിക്കൽ 13 വയസ്സുള്ള സമയം എന്റെ പ്രിയപ്പെട്ടതാകുന്ന വാപ്പ സൈനുൽ ആബിദീൻ, ഉമ്മ ആഷിയ ഉമ്മ, പ്രായമേറെയുള്ള ആളുകളാണ്, സാധാരണക്കാരാണ്. ദാരിദ്ര്യത്തിന്റെ പ്രഥമ കാഷ്ടം ഞങ്ങളുടെ വീടുകളിൽ നിഴലിക്കുന്ന സമയം, വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതാകുന്ന ആളുകളാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ 13-കാരനാകുന്ന ഞാൻ എന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ചെലവിന് എല്ലാ ദിവസവും രാവിലെ പത്രമിടാൻ വേണ്ടി പോകും. പത്രമിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് മിച്ചം പിടിച്ചിട്ടാണ് ഞാൻ പഠിക്കുന്നതും അല്പം പൈസ കൊണ്ടുവന്ന് ഉമ്മാക്കളുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. കലാം എന്ന് പറയുന്ന ചെറിയ കുട്ടി, അന്ന് ഈ പറയുന്ന ഡോക്ടർ പദവിയൊന്നുമില്ല, 13-കാരനാണ്. 13-കാരനാകുന്ന ഞാൻ അല്പം വീട്ടിൽ പൈസ കൊണ്ടുവന്ന് കൊടുക്കും. ആ പൈസ കൊണ്ടൊക്കെ ചിലപ്പോ ഉമ്മ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കും. രാത്രിയിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ദിവസം നിൽക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, റൊട്ടിയും പട്ടാണിക്കടലയുമാണ് അന്നത്തെ ഭക്ഷണം. പട്ടാണിക്കടല തമിഴ്നാട്ടിലൊക്കെ അറിയാലോ. ഈ 2 സാധനമാണ്, വേറൊന്നുമില്ല. അങ്ങനെ റൊട്ടി കൊണ്ടുവന്ന് വെച്ചു, പട്ടാണിക്കടലയും വെച്ചു. ഞാനും വാപ്പയും ഒരുമിച്ചിരുന്നാണ് എപ്പോഴും ഭക്ഷണം കഴിക്കുക. ചെറിയൊരു വിളക്ക് കത്തിച്ചിട്ടുണ്ട്, മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ ചാരത്തിരുന്ന് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് വിശപ്പിന്റെ കാരണത്താൽ പെട്ടെന്ന് റൊട്ടി എടുത്തിട്ട് കറിയിൽ മുക്കിയിട്ട് നാവിലേക്ക് വെച്ചപ്പോൾ കഠിനമായ ഉപ്പുണ്ട്. ഞാൻ പെട്ടെന്ന് തുപ്പിക്കളഞ്ഞു. ഞാൻ വേഗം തന്നെ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ എന്താ ഭയങ്കര ഉപ്പല്ലേ, നിങ്ങളത് ശ്രദ്ധിക്കണ്ടേ, കറി വെക്കുമ്പോ ഇതൊക്കെ ശ്രദ്ധിക്കാതെ പിന്നെന്താണ്? ഇത് പറയാനും കൂടി ഒരു കാരണമുണ്ട്. കലാം പറയുന്നു, 13-കാരനാണെങ്കിലും എന്റെ ചെറിയ പൈസ കൂടി എന്തിൽ വരുന്നുണ്ട്, ഭക്ഷണത്തിന് കയറിയിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കണേ, ഇതൊരു പോയിന്റാണ്. ഇന്ന് പല ഉമ്മമാരും ഇരുന്ന് രാവും പോലും ഇരുന്ന് ദ്വാരക്കും, അള്ളാഹു എന്റെ മോന് ജോലി കിട്ടണേ പടച്ചവനെ, ഖത്തുമ നേർച്ചയാക്കും, ഖത്തോതും. അവര് ജീവിതത്തിൽ സ്വന്തം കാര്യത്തിന് വേണ്ടി ഓതിയിട്ടില്ല. അവർ നടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. അവർ ക്യാൻസർ പേഷ്യന്റാണ്. ഒരു സ്ഥലം തന്നെ മുറിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഉമ്മ ഇന്ന് വരെ അതിനുവേണ്ടി ഒന്ന് നേർച്ചേറിട്ട് ഓതിയിട്ട് അത് പകുതിയായിട്ടുള്ളൂ. പക്ഷെ മകനൊരു ഹൈറായ ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ് രാത്രിയിലിരുന്ന് തഹജ്ജുദ് നമസ്കരിച്ച് ദുആ ചെയ്ത് പടച്ചറപ്പിന്റെ കരങ്ങളിലേക്ക്, പടച്ചറപ്പിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് രാത്രിയുടെ യാമങ്ങൾ ദുആ ചെയ്ത് അവസാനം മകൻ ഖത്തറിലും UAE-യിലും ബഹ്റൈനിലും ഒമാനിലും സൗദിയിലും എന്ന് വേണ്ട ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ മനോഹരമായ സംവിധാനങ്ങൾ പടുത്തുയർത്തി. അവൻ വലിയ സംവിധാനങ്ങളായി വലിയ സാമ്പത്തികമാകുന്ന ഉത്തുംഗതയിലേക്ക് എത്തി. അവൻ ചെറിയ ചെറിയ തുകകൾ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ തുടങ്ങി. ആ പൈസ കൊണ്ട് വീട്ടിൽ കഴിയാൻ നിങ്ങൾ തുനിയുന്ന അന്ന് മകൻ നിങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. ആ പൈസ എന്തിനു ചെലവഴിച്ച്, അവിടെ എന്തിനാ ചെലവഴിച്ച്, ഇവിടെ എന്തിനായി ചെലവഴിച്ച്, നിങ്ങൾ ഈ ആഴ്ച ഭയങ്കര ചെലവാണല്ലോ, ആഹാ
എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? ഈ ചൂടുള്ള കഠിനമായ സമയത്ത് AC ഇട്ട് 10 മിനിറ്റ് ഉമ്മ ഇരുന്നെങ്കിൽ എന്താ നിങ്ങൾ കാണിച്ചത്? ഉമ്മ ആ റൂമിലുണ്ടായ AC ഓഫ് ചെയ്തേക്കും. ഇപ്പോഴും ഞാൻ ചോദിക്കട്ടെ, ഈ കഠിനമാകുന്ന ചൂടുള്ളതാകുന്ന ഈ വേനലവധി സമയത്ത്, ഈ വേനൽക്കാലത്ത് വാപ്പയുടെയും ഉമ്മയുടെയും റൂമിൽ എയർ കണ്ടീഷൻ ഫിറ്റ് ചെയ്തിട്ടുള്ള വീടുകൾ എത്രയുണ്ട്? മക്കളുടെ വീടുകളിൽ നല്ല റാഹത്തായിട്ട് AC സംവിധാനമുണ്ട്. ഉമ്മാടെയും വാപ്പാടെ റൂമിലില്ല. പക്ഷെ ഉമ്മാപ്പക്ക് പരാതിയില്ല കേട്ടോ. അവർ ഇന്ന് വരെ ഒരു പരാതി പറഞ്ഞിട്ടില്ല. കാരണം അവർ ഈ കഠിനമായ പാലക്കാടിന്റെ മുറ്റത്ത് കളിച്ചു വളർന്നവരാണ്, ചൂടിനെ സഹിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരാണ്. പക്ഷെ ഒരു സാമാന്യ മനുഷ്യത്വത്തിന്റെ ഒരു രീതി വെച്ച് നോക്കിയിട്ട് അവർക്കൊന്ന് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത ആളുകൾ എത്ര പേരുണ്ട്? പ്രിയമുള്ളവരെ, മനസ്സിലാക്കണം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. മക്കളുടെ സമ്പാദ്യം കൊണ്ട് എന്ന് കഴിയാൻ തുടങ്ങുന്നോ അന്ന് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇത് എഴുതി വെച്ചു. സ്വാഭാവികമാണ്. ഇന്നത്തെ തലമുറ അങ്ങനെയാണ്. കാരണം അഹങ്കാരികളാവുകയാണ്. ഇവനൊന്നുമല്ലാതെ 000 വീടിന്റെ ഒരു മൂലയിൽ ഇവൻ കൂട്ടിവെച്ചതാകുന്ന എല്ലാ സംവിധാനങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് നിലകൊണ്ടതും. ഒരുപാട് പഠിച്ചു, BA കാരനാണ്, MA കാരനാണ്, എഞ്ചിനീയറാണ്, ഒരു കാര്യമില്ല. ഈ പഠിച്ചു വെച്ചതാകുന്ന ബിരുദ കൂമ്പാരങ്ങളൊക്കെ വാങ്ങി ഒരു മൂലക്കിരിക്കുന്നു. ഒരാൾ ഇവനെ ജോലിക്ക് വിളിക്കുന്നില്ല. അങ്ങനത്തെ പാപ്പരാസിയാകിയ ഇവനെ ഉന്നതങ്ങളിലേക്ക്, ഉന്നതമാക്കപ്പെട്ട കമ്പനികളുടെ മാനേജറായി അവിടെയുള്ള തലങ്ങളിലേക്കൊക്കെ ഇവന് എത്തിപ്പെടാൻ കാരണം പ്രായം ചെന്ന വാപ്പയുടെ ഉമ്മയുടെ കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനകളും ഇതുപോലെയുള്ള ആത്മീയ സദസ്സുകൾ വന്നുകൊണ്ട് എന്റെ മകന് വേണ്ടി, എന്റെ മകൾക്ക് വേണ്ടി, ജോലിക്ക് വേണ്ടി ദ്വാരക്കണേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന നടത്തിയതുമാണ്. ആയിരങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഇന്നവർ ഉന്നതിയിലേക്ക് എത്തിയപ്പോ വാപ്പായുമ്മയും മറക്കുന്ന മക്കളായി മാറി. കലാമ് പറയുന്നു, 13കാരനാകുന്ന ഞാൻ ഉമ്മയോട് അല്പം ഒന്ന് ദേഷ്യപ്പെട്ടു. വീണ്ടും ഞാനിങ്ങനെ ദേഷ്യപ്പെട്ടപ്പോ എന്റെ വാപ്പ എന്നോട് പറഞ്ഞു, കത്താതെ. തമിഴ്നാട് ഭാഷയാണ് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കണം എന്നർത്ഥം. കത്താതെ. അപ്പൊ ഞാൻ പിന്നെ എന്ത് ചെയ്തു? ഒന്നും മിണ്ടിയില്ല. ഞാൻ ഓർത്തിന് വാപ്പാക്ക് വല്ല സ്പെഷ്യലാണ്. വാപ്പ അനങ്ങുന്നില്ല, റാഹത്തായിട്ട് നല്ല അടിയാണ്. ഞാൻ നോക്കുമ്പോൾ വാപ്പാക്ക് കറീനെ സ്പെഷ്യൽ. അങ്ങനെ ഉണ്ടല്ലോ ചില പെണ്ണുങ്ങൾ ഇഷ്ടം കൂടിയായിട്ട് ഭർത്താവിന് 2 പുഴുങ്ങിയ മുട്ട സ്പെഷ്യൽ കൊണ്ട് വെച്ചു കൊടുക്കും. ചോറിന്റെ ഇടയിൽ ചിലപ്പോൾ കൈയിട്ട് ഇളക്കുമ്പോഴായിരിക്കും അറിയുന്നത് മക്കളപ്പുറത്തിരിപ്പേണ്ട മക്കളെന്ന് അറിയിക്കാതെ ഭർത്താവിനോടുള്ള സ്നേഹം. എല്ലായിടത്തും ഇല്ലാട്ടെ. ഇനി വീട്ടിൽ ചെന്നിട്ട് വാപ്പാടെ പ്ലേറ്റ് കൈയിട്ട് നോക്കണ്ട. അള്ളാഹു നമ്മളെ സാരിയങ്ങൾ ചേർക്കണ്ട. മക്കളോട് ഇത് പറയുമ്പോൾ ചിലപ്പോൾ ഇനി അത് ശരിയാണോ എന്ന് ഉസ്താദ് പറഞ്ഞ് ശരിയാണോ നോക്കും. ഏതായിരുന്നാലും അങ്ങനെ വല്ലയാണോ ഇനി വാപ്പാക്ക് സ്പെഷ്യൽ കറിയാണോ? ഉപ്പില്ലേ? അതുകൊണ്ട് ഇത് വാപ്പയുടേതാകുന്ന പാത്രത്തിൽ, കറിയുള്ള പാത്രത്തിലേക്ക് ഞാൻ പതുക്കെ റൊട്ടി എടുത്തൊന്ന് മുക്കി വെച്ച് നോക്കിയപ്പോ നല്ല ഉപ്പ്. പടച്ചവനെ. അപ്പൊ ഒന്നുമില്ല, മുഖത്തൊരു ഭാഗ വ്യത്യാസം പോലും ഇല്ലാതെ നല്ല റാഹത്തായിട്ട് കഴിക്കും. ഒരു കുഴപ്പമില്ല. സുസ്മേര വദന. അപ്പൊ ഞാൻ വാപ്പയോട് ചോദിച്ചു, വാപ്പ ഇത് ഭയങ്കര ഉപ്പാണല്ലോ. വാപ്പായി ഒന്നും മിണ്ടുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ അവിടുന്ന് എല്ലാം കഴിഞ്ഞു. പിന്നെ ഞാനൊരു അക്ഷരം വേണ്ടിയില്ല. ഉമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു റൊട്ടിയും കൂടെ വാങ്ങിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കഴിച്ചു. പറഞ്ഞു പോയല്ലോ, സംസാരിച്ചു പോയി. അത് എങ്ങനെയെങ്കിലും സോൾവ് ആക്കണം. അവസാനം അദ്ദേഹം പറയുന്നു, 13കാരനാകുന്ന ഞാനാണ് വീട്ടിലുള്ള എല്ലാ പാത്രങ്ങളും കഴുകി വെക്കുന്നത്. വീട്ടിൽ പാചകം ചെയ്ത പാത്രം, ഭക്ഷണം കഴിച്ച പാത്രം, അത് ഡൈനിങ് ടേബിളിൽ നിന്ന് അങ്ങോട്ട് അകത്തോട്ട് പോയി എടുത്തുപോലും വെക്കാത്ത മക്കളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ചിന്തിക്കണം, അവരാണിപ്പോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിച്ച പ്ലേറ്റ് ഒന്നും അങ്ങോട്ട് കൊണ്ടുപോയി എടുത്തുപോലും വെക്കൂല. അവിടെ കിടക്കുന്ന വേസ്റ്റ് അതെല്ലാം അങ്ങനെ തന്നെ കിടക്കാൻ. ഇതെല്ലാം കൈകൊണ്ട് വാരിയെടുക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹു അവർക്ക് ദീർഘായുസ്സ് നൽകട്ടെ. പ്രിയമുള്ളവരെ, 13കാരനാകുന്ന ഞാനാണ് എല്ലാ പാത്രങ്ങളും കഴുകി വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? പ്ലേറ്റ് എല്ലാം എടുത്ത് നേരെ കൊണ്ടുപോയി വീട്ടിൽ വെച്ച പാചകം ചെയ്ത പാത്രം ഉൾപ്പെടെ എല്ലാം ഇരുന്ന് കഴുകി സെറ്റാക്കി. ഞാൻ നോക്കുമ്പോൾ ഉമ്മ ഒരക്ഷരം വേണ്ടാതെ ഒരു സൈഡിൽ ഇരുന്നിട്ട് നാളത്തെ പ്രഭാത ഭക്ഷണത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കാണ്. സ്ത്രീകളെ പൊതുവെ അങ്ങനെയാണല്ലോ, രാവിലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് തന്നെ ചെയ്തു വെക്കും. ഞാനപ്പോൾ എല്ലാം കഴുകി എല്ലാം റെഡിയാക്കിയിട്ട് പതുക്കെ എന്നെ കിടക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി റൂമിലേക്ക് പോവാൻ. റൂമിലേക്ക് പോകുമ്പോ പോകുന്ന സമയത്ത് ഞാൻ കാണുന്ന കാഴ്ച, വാപ്പ റൂമിൽ കിടക്കാനുള്ളതാകുന്ന സംവിധാനങ്ങൾ ഒരു കിടക്കയൊക്കെ തട്ടിക്കുടഞ്ഞ്, അങ്ങനെയാണല്ലോ വിധങ്ങളുടെ സുന്നത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. കിടക്കയെല്ലാം തട്ടിക്കുടഞ്ഞിട്ട് വാപ്പ സൈനുൽ ആബിദീൻ എന്ന പ്രായം ചെന്ന മനുഷ്യൻ, അയാൾ കിടക്കാൻ ഒരുങ്ങിയിരിക്കുക. അപ്പൊ കിടക്കയൊക്കെ വിരിച്ച് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനിങ്ങോട്ട് ക്രോസ് ചെയ്തത്. അപ്പൊ എന്നെ വിളിച്ചു, മോനെ. ഞാൻ വേഗം വാപ്പ അടുത്തോട്ട് വാപ്പനോട്, മോനോട് ഇരിക്കും. തിരക്കുണ്ടോ? ഇല്ല, തിരക്കില്ല.
രാവിലെ പത്രം ഇടാൻ പോയാൽ മതി, വേറെ തിരക്കൊന്നുമില്ല. പിന്നെ പഠിക്കാൻ പോകും, ഇതിൽ നിന്ന് കിട്ടുന്ന കാശൊക്കെ കൊണ്ട് കാര്യങ്ങൾ നടക്കുന്നു. വാപ്പാടെ പിടിച്ചിരുത്തിയിട്ട് എന്റെ തോളത്ത് കൈയിട്ടു. എനിക്ക് പെട്ടെന്നൊരു കുളിർമ വന്നു. വാപ്പ അങ്ങനെ ചെയ്യല് വളരെ അപൂർവമാണ്. എന്നെ തോളത്ത് കൈയിട്ടു, പ്രായം ചെന്ന മനുഷ്യൻ. അപ്പൊ ഞാനൊന്ന് ഒതുങ്ങി വാപ്പാടെ നെഞ്ചത്തോട് ചേർന്നിരുന്നു. വാപ്പ പറഞ്ഞു, മോനെ നീ എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നു? നിന്റെ ഉമ്മ ഈ വീടിന്റെ വിളക്ക് മാടമാണ്. ഉമ്മയാണ് ഈ വീടിന്റെ വിളക്ക്. രാവിലെ നീ പത്രമിടാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ഉമ്മ എഴുന്നേൽക്കും. ആ ഉമ്മയാണ് വീടിന്റെ വിളക്ക് തെളിക്കുന്നത്. അവര് നീ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് നീ പത്രമിടാൻ വേണ്ടി പോകുമ്പോ നിനക്കുള്ള ചായ റെഡിയാക്കി സെറ്റാക്കി കൊണ്ടുവന്ന് തരും. കാരണം മകൻ ജോലിക്ക് പോകണല്ലോ, അതിനു മുമ്പ് അവനെ കൊണ്ടുവന്ന് റാഹത്തായിട്ട് ഈ മരം കൊച്ചുന്ന തണുപ്പത്തവൻ പോവല്ലേ. തമിഴ്നാടിന്റെ തെരുവിലൂടെ യാത്ര പോകുന്നല്ലേ, രാമേശ്വരത്ത് നിന്ന് ഇങ്ങനെ പോകുന്നില്ല. അവനൊരു ചായ ആയിക്കോട്ടെ, കട്ടൻ ചായ ഇട്ടുകൊണ്ട് കൊടുക്കണം ഉമ്മ. നീ തിരിച്ചു വരുമ്പോഴും നിനക്കുള്ള ഭക്ഷണം റെഡിയാണ്. നീ വിദ്യാഭ്യാസം നുകരാൻ പോകുമ്പോഴും ഉമ്മ അടുക്കളയിൽ ജോലിയാണ്. ഈ പൊരുവയലത്ത് കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ഉമ്മ എല്ലാ ജോലികളും തീർക്കുന്നതിനിടയിൽ മറവി വരുമല്ലോ, മനുഷ്യനല്ലേ, സ്വാഭാവികം. ഒരു വട്ടം ഉപ്പിട്ടത് മറന്നുപോയി വീണ്ടും അറിയാതെ ഒന്നുകൂടി ഇട്ടിട്ടായിരിക്കും. അതാണ് പറ്റിപ്പോയത്. സ്വാഭാവികമായി ചിലപ്പോൾ സ്ത്രീകൾക്ക് അങ്ങനെ കൈപ്പിഴ വരാറുണ്ട്. വളരെ അപൂർവമാണ് അതൊക്കെ. ഒരു കൊല്ലത്തിൽ ചിലപ്പോൾ വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ആയുസ്സിൽ തന്നെ 1-2 പ്രാവശ്യം വന്നെന്ന് വരാം. ഒരു വട്ടം കറിയിൽ ഉപ്പിട്ടത് പിന്നെ അവർ മറന്നു പോയിട്ട് അറിയാതെ ഒന്നുകൂടി അങ്ങ് ഇട്ടാൽ ആ കറി ഏകദേശം തീരുമാനമാവും. അങ്ങനെ സംഭവിച്ചതായിരിക്കും. അങ്ങനെ കടലിൽ വന്ന പട്ടാണി കടലിൽ വന്ന ഒരല്പം ഉപ്പിന്റെ പേരിൽ നീ ഉമ്മ എന്തിനാ ഇത്രത്തോളം ദേഷ്യം പിടിക്കുന്നത്? നീ നോക്കി, രാവിലെ വിളക്ക് തെളിച്ച പ്രിയപ്പെട്ട ഉമ്മ അവരിപ്പോഴും ഉറങ്ങിയിട്ടില്ല. നാളെ രാവിലത്തേക്കുള്ള ഭക്ഷണം റെഡിയാക്കാൻ വേണ്ടി ഇപ്പോഴും അടുക്കളയിൽ തന്നെ നിൽക്കാണ്. ആ ഉമ്മ ഇനിയാണ് വിളക്കടച്ചിട്ട് ഇപ്പോഴാണ് ഈ കിടക്കാൻ പോകുന്നത്. എത്ര വൈകിട്ടാണ് അവർ കിടന്നുറങ്ങുന്നത്. എന്നിട്ടും അവർ അതിരാവിലെ എഴുന്നേൽക്കുന്നു. സഹോദരങ്ങളെ, ഇത് അധിക വീടുകളിൽ, നമ്മുടെയൊക്കെ വീടുകളിലുള്ള അവസ്ഥയല്ലേ ഇത്? നമ്മൾ കഴിച്ച പ്ലേറ്റുകൾ മുഴുവനെ കഴുകി റെഡിയാക്കി അവസാനം ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ കഷ്ണമുള്ള മീനൊന്നുമില്ല, ഒന്നുമില്ല. ആ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഉള്ള ചാറ് മുക്കിയിട്ട് എന്തെങ്കിലും കഴിച്ചു എന്ന് വരുത്തി വരികയാണ്. ഇന്നവരൊരു പരാതിയോ പരിഭവമോ നമ്മുടെ ഉമ്മ പറഞ്ഞിട്ടില്ല. അള്ളാഹുർക്ക് ദീർഘായുസ്സ് നൽകട്ടെ. കലാം പറയുന്നു, വാപ്പ ഇതങ്ങോട്ട് പറഞ്ഞപ്പോ ഞാൻ ആ വാപ്പയുടെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. അവിടെ വെച്ച് ആ നെഞ്ചിലെ ചൂട് അദ്ദേഹം പറയുന്നു, ഞാൻ ഈ ആത്മകഥ എഴുതുമ്പോൾ എനിക്കിപ്പോഴും ഉണ്ട്. ഞാൻ ഇനി എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉമ്മയോട് വാപ്പയോടും ഒരു വാക്കുകൊണ്ട് പോലും മോശമായ ഒരു വാക്ക് പറയില്ല എന്ന് അന്ന് രാത്രി ഞാൻ തീരുമാനമെടുത്തു. 13 വയസ്സാണ്. അദ്ദേഹം പറയുന്നു, ഞാനിപ്പോ ഈ പുസ്തകം എഴുതുന്ന സമയം വരെ എന്നല്ല, എന്റെ ജീവിതത്തിലുടനീളം മാതാപിതാക്കളുടെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് നിലകൊണ്ട വ്യക്തിയാണ്. അവരോടൊരു വാക്കുകൊണ്ട് പോലും പിന്നെ ഞാൻ ചൂടാവുകയോ ദേഷ്യം പിടിക്കുകയോ ചെയ്തിട്ടില്ല. നിങ്ങൾ ഈ കാണുന്ന തലത്തിലേക്ക് എത്താൻ കാരണം അന്ന് കിട്ടിയ പൊരുത്തമാണ്, അവരുടെ പൊരുത്തമാണ്. മനസ്സിലാക്കണം സഹോദരങ്ങളെ. ഇതാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ കിട്ടുന്ന നേട്ടം. 2002 മുതൽ 2007 വരെ ഇന്ത്യൻ പ്രസിഡന്റ്, ഇന്ത്യയെ നയിച്ചുകൊണ്ട് നിലകൊണ്ട വ്യക്തി അദ്ദേഹമായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. ദാരിദ്ര്യത്തിന്റെ പ്രഥമ കാഷ്ടയിൽ കഴിഞ്ഞ മനുഷ്യൻ അദ്ദേഹം. ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ തലത്തിലേക്ക് അദ്ദേഹം എത്തി. പാപ്പയുടെ ഉമ്മയുടെ പൊരുത്തം. അള്ളാഹു നമ്മളെ മനസ്സിലാക്കുമോ, തൗഫീഖ് നൽകുമാറാവട്ടെ. എത്തിയെന്ന് മാത്രമല്ല, ലോകം അദ്ദേഹത്തെ ആദരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നും ആ ആദരവും ബഹുമാനവും വകവെച്ചു കൊടുക്കുന്നു. മറ്റുള്ള ആളുകളെ പോലെ അല്ലല്ലോ അദ്ദേഹത്തെ. ഒരുപാട് ആളുകൾ പലരും വന്നിട്ടുണ്ട് അധികാരത്തിന്റെ ഉത്തുംഗതയിലേക്ക്, ഇന്നുമുണ്ട് അധികാരത്തിന്റെ സോപാനങ്ങളിൽ. പക്ഷെ ആദരിക്കപ്പെടുന്ന ഹൃദയം കൊണ്ട് മനുഷ്യ മക്കളെ ഏറ്റെടുത്തിട്ടുള്ളതാകുന്ന ആളുകളിൽ ഏറ്റവും എടുത്തു പറയുന്ന വ്യക്തിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. നമ്മൾ മനസ്സിലാക്കണം. അതിലേക്ക് എത്താനുള്ള കാരണം അതായിരുന്നു, വാപ്പാടും ഉമ്മാടും പൊരുത്തം. അതാണ് ഖുർആൻ പറഞ്ഞത്, വലാ തൻഹർഹുമാ, അവരെ വിരട്ടരുത്. അവരോടൊരു വാക്കുകൊണ്ട് പോലും അവരോട് ആവശ്യമില്ലാതെ പറയാൻ പാടില്ല. വിരട്ടരുത്, അള്ളാന്റെ കൽപ്പനയാണ്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, മാന്യമായ വർത്തമാനം പറയണേ. ആവശ്യമില്ലാത്തൊരു വാക്ക് അവരോട് പറയരുതേ. എപ്പോഴും അവരോട് സംസാരിക്കുമ്പോ മാന്യമാകുന്ന ആദരവിന്റെ സംസാരം നടത്തണേ. അനാവശ്യമാകുന്ന ഒരു ഭാഷണം പറയരുതേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു സഹാബി കടന്നു വരുന്നു. നബി തങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉപ്പ അദ്ദേഹത്തിന്റെ പിറകിലാണ് ഉള്ളത്. അല്ലാഹുവിന്റെ റസൂൽ
ചോദിച്ചു, മൻ ഹാദാ, ഇതാരാണ് പൊന്നുമോനെ ഈ വരുന്നത്? ഹാദാ അബി യാ റസൂലല്ലാഹ്, ഇതെന്റെ വാപ്പയാണ്, വാപ്പയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തംശി അമാമഹു, നിന്റെ വാപ്പയുടെ മുന്നിലൂടെ നടക്കല്ലേ, നടക്കല്ലേ. വലാ തജ്ലിസ് ഖബ്ല ഖുഊദിഹി, വാപ്പ ഇരിക്കുന്നതിന് മുമ്പ് നീ ഒരു സദസ്സിൽ ഇരിക്കരുതേ, ഇരിക്കരുതേ. മാതാപിതാക്കൾ അഭിപ്രായം ചോദിക്കാതെ ഒരു വിഷയത്തിൽ നീ ഇടയിൽ കയറി സംസാരിക്കരുതേ. നബിയുനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലി കൊടുത്ത ഉപദേശം 1400 വർഷം മുമ്പ് കൊടുത്തതായ ഉപദേശം 1400 വർഷങ്ങൾക്ക് ഇപ്പുറം ഇത് ശ്രദ്ധിക്കുന്നവരുണ്ടോ, ശ്രദ്ധിക്കുന്നവരുണ്ടോ? സമ്പത്ത് കൂടുമ്പോ വാപ്പയെ പിറകിലാക്കി മുന്നിൽ യാത്ര ചെയ്യുന്നവരില്ലേ? ഉമ്മായ പുറകിലിരുത്തിക്കൊണ്ട് സഞ്ചരിക്കുന്നവരില്ലേ? അവരോട് മോശപ്പെട്ട വർത്തമാനം പറയുന്നവരില്ലേ? ആദരവും ബഹുമാനവും വകവെച്ചു കൊടുക്കാതെ അവരുടെ മുന്നിൽ കയറി കാലിന്മേൽ കാല് കയറ്റി വെച്ചുകൊണ്ട് ധിക്കാരികളുടെ അഹങ്കാരികളുടെ ഇരുത്തം ഇരിക്കലില്ലേ? ഒരു വിഷയം പോലും വാപ്പയോട് ഷെയർ ചെയ്യാതെ, ഉമ്മയോട് മുശാവറ ചെയ്യാതെ, മാതാപിതാക്കളുടെ കാര്യങ്ങൾ പറയുക പോലും ഇല്ലാതെ സ്വന്തമായി കാര്യങ്ങൾ നടത്തുന്ന മക്കളില്ലേ? സമ്പത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നതായ സമുദായമല്ലേ? എന്തിനാ ചോദിക്കുന്നത്? വാപ്പാടും ചോദിക്കേണ്ട കാര്യമില്ല, എല്ലാം നമ്മൾ തന്നെ. എടാ, നിന്റെ മകളുടെ കല്യാണമല്ലേ വാപ്പാട്, അതിന് ഒപ്പരെല്ലാം കഴിഞ്ഞത്. അവരോടൊന്നും ചോദിക്കേണ്ട പഴയ കൃഷിക്കാരൻ പുള്ളിക്കിപ്പോ നമ്മൾ പറയുന്ന, നമ്മളിപ്പോ വലിയ സ്റ്റാറ്റസിന്റെ ആളാ, ദുബായ്, നമ്മള് വലിയ വലിയ മെയിൻ ആളാണ്. അല്ലാഹുമ്മളക്കാക്കുമാറാവട്ടെ. എന്ത് ദുബായ്? എല്ലാം തീർന്നില്ലേ? ഇപ്പൊ ചെറിയൊരു യുദ്ധം വന്നപ്പോ എല്ലാം ഇങ്ങ് വരികയാണ്. അല്ലാഹുമ്മളക്കാക്കുമാറാവട്ടെ. ഇതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് അല്ലാഹു ഇല്ലാതാക്കും. ഒരു സെക്കൻഡ് കൊണ്ട് അഹങ്കരിച്ചനാകുന്ന ആളുകളെ പാഠം പഠിപ്പിക്കാൻ പടച്ചറപ്പ് വിചാരിച്ചാൽ ഒരു സെക്കൻഡ് മതി, ഒരു സെക്കൻഡ് മതി. ഇൻകാനതില്ല صيحة واحدة فإذا هم جميع لدينا محضرون. അഹങ്കരിക്കുന്ന സമൂഹമേ, അഹങ്കരിക്കുന്നതായ സമുദായമേ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പാഠമാ. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകം മുഴുവനും നശിപ്പിക്കുമേ, നശിപ്പിക്കുമേ. ഫൈദാഹും ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ. ആ ഒരൊറ്റ ഒരു സെക്കൻഡിലൂടെ ലോകം മുഴുവൻ തകർക്കപ്പെട്ടു പോകുമ്പോ അല്ലാഹുവിങ്കലേക്ക് എല്ലാവരും നമ്മുടെ ശിരസ്കരായി കടന്നു വരുകയാണ്, എല്ലാവരും ഹാദിറാവുകയാണ്, സാന്നിധ്യം അരുളുകയാണ്. എല്ലാം കഴിഞ്ഞു, ലോകാവസാനം അതാണല്ലോ. ഒരു സെക്കൻഡ് കൊണ്ടെല്ലാം തീരും. അങ്ങനെ തീർത്ത ആളുകൾ എത്രയുണ്ട്? 70,000-ഓളം ആളുകളെയൊക്കെ അല്ലേ അള്ളാഹു ഒരു സെക്കൻഡ് കൊണ്ട് ഇല്ലാതാക്കിയ സംഭവങ്ങൾ. ഇപ്പൊ അതിലേക്കൊന്നും പോകുന്നില്ല. അള്ളാഹു മുൻഗാമികളാകുന്ന പ്രവാചകന്മാർക്ക് എതിരിൽ കടന്നു വന്ന ആളുകൾ, സാമുദായിക നേതാക്കൾ, അക്കാലത്തിലെ സ്വേച്ഛാധിപതികൾ, ഏകാധിപതികൾ, ഭരണാധികാരികൾ, അവരെയൊക്കെ ഉന്മൂലനം ചെയ്തത് ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കി സെക്കൻഡുകൾ കൊണ്ട് തകർത്തുന്നുണ്ട്. 8 രാവും 7 പകലുകളുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചതാകുന്ന ആളുകൾ വരെയുണ്ട്. ദിവസങ്ങൾ എടുത്തുകൊണ്ട് ചെയ്ത പ്രക്രിയകൾ. അള്ളാഹ്ക്ക് ഇതൊന്നും ഒരു വിഷയമുള്ള കേസല്ല. അതുകൊണ്ട് നീ കൊട്ടാര സമാനമായി ഒരുമിച്ച് കൂട്ടിയ 10,000 സ്ക്വയർ ഫീറ്റിന്റെ നിന്റെ വീട് ഒന്നും അള്ളാഹ്ക്ക് വലിയ വിഷയമില്ല. 50 കോടിയുടേതാകുന്ന ഏക്കർ കണക്കിന് ഭൂസ്വത്തുകൾ, നിന്റെ കൃഷിക്ക് അനുയോജ്യമാക്കപ്പെട്ടതാകുന്ന ഭൂപ്രദേശങ്ങൾ, നീ ടൗണുകളിലൊക്കെ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നതാകുന്ന കോംപ്ലക്സുകൾ, നിന്റെ ഗ്രോസറികൾ, പ്രവാസ ലോകത്ത് നീ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള സാമ്പത്തികമാകുന്ന സ്രോതസ്സുകൾ, വലിയ വലിയതാകുന്ന ഷോപ്പിംഗ് മാളുകൾ ഒക്കെ അള്ളാഹ്ക്ക് ഒരു സെക്കൻഡ് കൊണ്ട് എടുത്തു കളയാൻ പറ്റും. അല്ലാഹു അതിനൊക്കെ കഴിവുള്ളവനാണ്. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു നിസ്സാരമായി നീ കാണരുത്. അതുകൊണ്ട് വാപ്പായും ഉമ്മായുടെ പൊരുത്തം വാങ്ങിച്ചോ, അതാണ് മെയിനായിട്ട് വേണ്ടത്. അവരാട്ടരുത്, അവരുടെ വിരട്ടരുത്. അവർക്ക് വേണ്ടി നീ മാന്യമായ ഭാഷണം നടത്തിക്കൊണ്ട് നിന്നോ. ആദരവിന്റെ സംസാരം. ഒരു വലിയ മുതലാളിയുടെ കീഴിൽ ഒരു യജമാനൻ എങ്ങനെ നിൽക്കുന്നോ
അതേപോലെ വിനയത്തിന്റെ പ്രതീകമായിട്ട് വേണം അവരോട് സംസാരിക്കുവാൻ, ഇടപെടാൻ. പരുഷമായ ഒരു വാക്കുകൊണ്ട് പോലും അവരോട് സംസാരിക്കരുത്. ഇതാണ് ഇസ്ലാമിന്റെ രീതി. ഇസ്ലാമിന്റെ രീതി ഇതാണ്. ഖുർആൻ പഠിപ്പിക്കാൻ ഇത് അള്ളാഹു വിധിച്ച വിധിയാണെന്ന് ആയി പറഞ്ഞതിനർത്ഥം നിന്റെ റബ്ബ് വിധിച്ച ഇതിന്റെ മുകളിൽ ഇനി ഒരു വിധിയില്ല. അപ്പീൽ തേടി പോയിട്ട് കാര്യമില്ല. പടച്ചോൻ വിധിച്ചു ഇങ്ങനെ ചെയ്യണം. വാപ്പായോടും ഉമ്മായോടും തീർന്നില്ല. കാരുണ്യത്തിന്റെ ഒരു ചിറക് വാപ്പാക്കും ഉമ്മാക്കും വിരിച്ചു കൊടുക്കണേ. അഥവാ എപ്പോഴും വിനയത്തിന്റെ ഭാഷയിലല്ലാതെ അവരോട് നീ നിലകൊള്ളരുതേ. നിന്റെ ശരീരഭാഷ, നിന്റെ ആംഗ്യഭാഷ, നിന്റെ മാനസികമാകുന്ന അവസ്ഥ, നിന്റെ കണ്ണിന്റെ പീളകൾ കൊണ്ടുപോലും ഒരു മോശപ്പെട്ട ഒരു ശൈലി അവരോട് പരുതേ. വഖ്ഫിദ് ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മാ. ചില ആളുകളുണ്ടല്ലോ, മക്കള് തമ്മിൽ വാപ്പയും ഉമ്മയും ഇങ്ങനെ സംസാരിക്കുമ്പോൾ പുറകെ നട്ട് ഇങ്ങനെ രാഗ്യം കാണിക്കലുണ്ട്. അതാണ് ആ ഖുർആൻ പറഞ്ഞത്. വിനയത്തിന്റെ ചിറകായിരിക്കാൻ വിരിക്കേണ്ടത്. കുരുത്തക്കേട് കിട്ടാൻ പണിയായിത്തീരും. അവര് കാണുന്നില്ലായിരിക്കും, പക്ഷെ റബ്ബ് കാണുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. പടച്ച റബ്ബ് നിന്നെ വലയം ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഇതൊക്കെ വീക്ഷിക്കുകയാണ്. നിന്റെ ഈ കുരുത്തക്കേടുകൾ, നിന്റെ ഈ ആംഗ്യ വിക്ഷേപണങ്ങൾ, നീ ഓരോരോ കാഴ്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പീലി അനക്കിയും ഓരോ സംവിധാനങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം പടച്ച റബ്ബ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചെയ്യരുതേ. എന്നിട്ട് അള്ളാഹു അവസാനമായി പറയുന്നു, വഖുർ റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറാ. വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹുവേ, ചെറുപ്രായത്തിൽ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരാണ്, പ്രയാസം അനുഭവിച്ചവരാണ്. ഇന്ന് കാണുന്ന സംവിധാനങ്ങളില്ല. ഇന്ന് നല്ല റാഹത്തുള്ളതാകുന്ന വീടാണ്, കോൺക്രീറ്റ് സൗധത്തിലാണ്. ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളെ മനോഹരമായി ജീവിപ്പിച്ചവരാണ്. അല്ലലില്ലാതെ കൊണ്ട് നടന്നവരാണ്. ഒരു പനി വരുമ്പോ കൂടെ പനിച്ച് കടന്നവരാണ്. പടച്ച റബ്ബേ, എന്നെ പരിപാലിച്ചതാകുന്ന മാതാപിതാക്കൾക്ക് എല്ലാവിധ കരുണയും അനുഗ്രഹവും നീ ചൊരിയണേ അല്ലാഹ്. ആര് പറഞ്ഞു? പരിശുദ്ധമായ ഖുർആൻ. അഞ്ചാമതായി വേണ്ട അമലതാണ് വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യുക.